അതിനിപ്പോൾ ഒരു കമ്പനി ഈ പറഞ്ഞ പ്രാഥമികമായിട്ട് ഏർപ്പെടുത്തിയ തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു സാൽവേജ് ടീം. കളക്ടർ ഇപ്പോൾ ഇന്നൊരു യോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ആ യോഗത്തിൻ്റെയും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം ഇവർ ഈ സമയം താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ ഇതനുസരിച്ചിട്ട് ഈ വന്നേക്കുന്ന കാര്യത്തിനകത്ത് ഈ സാൽവേജ് ടീം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയും കൂടെ വരണം, കട്ടിങ്ങിനും മറ്റുമായിട്ടുള്ള ആൾ എത്തണം. ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്, കസ്റ്റംസിൻ്റെ അനുവാദം കിട്ടിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇനി എത്ര സമയം കൊണ്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാമെന്നുള്ളതാണ് അത് സംശയമായിട്ട് ഉന്നയിക്കുന്നത്. അതിനിപ്പം ഒരു ഐഡിയ വന്നിട്ടുണ്ടോ എത്ര സമയം കൊണ്ടെന്നുള്ളത്? സമയമെടുക്കും സാർ, അവർ വരണം. 72 മണിക്കൂർ എടുക്കുമെന്നൊന്നും അവർ 5 ദിവസം എടുക്കും ഇത് കട്ട് ചെയ്ത് മാറ്റാം. അവർ വന്നിട്ട് കട്ട് ചെയ്ത് മാറ്റണം. 41 കണ്ടെയ്നേഴ്സ് കൊല്ലം ജില്ലയിൽ മാത്രം അടിച്ചിട്ടുണ്ട്. കൂടുതലും കൊല്ലത്താണ് വന്നേക്കുന്നത്. അത് നമ്മൾ പോർട്ടിലാണോ ഇപ്പോൾ സ്റ്റാക്ക് ചെയ്യുന്നത്? ഇപ്പോൾ 2 അവിടെ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാനത് നമുക്കിപ്പം അവർ പറഞ്ഞ വേറെ വിവരങ്ങളൊന്നുമില്ല, വേറെ ഇവരില്ല. ഇതിനകത്ത് കെമിക്കൽ അങ്ങനെ വന്നതായിട്ടൊന്നും വലുതായിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാനത് നേരത്തെ പറഞ്ഞു, ഞാൻ പറയുന്നത് പിന്നെ പ്രാഥമികമായി വിവരം വെച്ചിട്ടാണ്. ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള കാര്യമില്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ അറിവിൽ അതിന് ഇവരാണ് പറയുന്നത് കാർബൈഡ്, കാൽസ്യം കാർബൈഡും പിന്നെ ഫർണസോയിലും ഇതുപോലെയൊക്കെയുള്ള നമ്മുടെ അറിവിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യം ഈ വലിയ കടലിൻ്റെ അവിടെ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന സാധാരണ സംഭവം നമ്മുടെ ഈ മാങ്ങ കല്ല് വെച്ച് പഴിപ്പിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അതുതന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് പറഞ്ഞ് ഞാനൊരു സയൻറ്റിസ്റ്റൊന്നും അല്ല, ഫൈനലാക്കി പറയാനല്ല. അപ്പോൾ അതുപോലെ തന്നെ വെൽഡിങ്ങിന് പണ്ടൊക്കെ ഈ ഗ്യാസ് വെൽഡിങ്ങിനകത്ത് ഗ്യാസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഈ കാൽസ്യം കാർബൈഡാണ്. അതിനകത്ത് വെള്ളം ഒഴിച്ചാൽ അല്ലേ, അതിട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ അതിൽ നിന്ന് ഗ്യാസ് ഉണ്ടായി, അത് ഓക്സിജനോട് ചേർത്താണ്. അപ്പോൾ ആ തരത്തിലുള്ള വലിയൊരു കടലിൽ അത്രയും സാധനങ്ങൾ വീണത് എവിടെയാണ്? എത്രയോ കിലോമീറ്റർ അകലെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ മത്സ്യത്തിന് കുഴപ്പമുണ്ട് മറ്റുണ്ട് അങ്ങനെ ആശങ്കപ്പെടേണ്ട. മത്സ്യത്തൊഴിലാളികൾ പിടിക്കുന്നതിനകത്ത് അതിനൊന്നും ഒരു കാര്യമില്ല. ഇത് സാധാരണ വലിയ പോർട്ടിൽ നമുക്ക് അനുഭവമില്ലാത്തതാണ്. ഓയിൽ സ്പില്ലാണ് വലിയൊരു തലവേദന ഉണ്ടാവുക. ഓയിൽ സ്പില്ല് വലുതായിട്ട് വന്നിട്ടില്ല. ഓയിൽ ഇങ്ങനെ ഒഴുകി മീൻ ചത്തുപോകും. മീനല്ല, എല്ലാ ജലജീവികൾക്കും ബാധിക്കും. അതൊന്നും കൺട്രോളിനപ്പുറത്ത് വന്നിട്ടില്ലെന്നാണ് പ്രാഥമികമായിട്ടുള്ള കണക്കുകൂട്ടൽ. അതുകൊണ്ട് നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കൊന്നും കാര്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ള ആശ്വാസമാണുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പറയാമെന്നല്ലാതെ ഇതിപ്പോൾ ആകെ പ്രശ്നമാവും, ഈ മീനാകെ കുഴപ്പമാവും, അങ്ങനൊന്നും ഒരു അവസ്ഥയില്ല. മീന് കുഴപ്പമുണ്ടെങ്കിൽ മീൻ ചത്തുപോകും. പറഞ്ഞാൽ മീനിനകത്ത് ഈ കെമിക്കലും മറ്റും ഉണ്ടെങ്കിൽ മീൻ ചത്തുപോകില്ലേ? ഞാൻ പറഞ്ഞ മീനിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മീന് തന്നെ ചത്തുപോകത്തില്ലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളൊരു ആശങ്ക പറഞ്ഞ് അത്രയും കാര്യങ്ങളില്ല എന്നാണ് മനസ്സിലാവുന്നത്. അതായത് പറഞ്ഞത് കുറച്ചുകൂടി അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ആളുകൾ പറയേണ്ടതാണ്. ഞാൻ അവരുടെ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ പിന്നെ കളക്ടറും മറ്റു ഓഫീസർമാരും സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള ഓഫീസർമാരും ചീഫ് സെക്രട്ടറി ആയിട്ടും ഒക്കെ കഴിഞ്ഞ ദിവസം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ധാരണകളാണ് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മത്സ്യത്തൊഴിലാളികൾക്ക് ആകെ ആശങ്ക, അവരുടെ ഒരാശങ്ക മാത്രമാണ് എനിക്ക് തോന്നുന്നത്. ഈ കണ്ടെയ്നറുകളുടെ പീസുണ്ട്, അത് കടലിൽ ഒഴുകി നടന്നാൽ അത് വലയ്ക്കകത്ത് പെട്ടാൽ ഈ വല കീറും. അതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് സാധാരണ കാണുന്നത്. അല്ലാതെ നമ്മുടെ കടൽ കണ്ടാമിനേറ്റഡ് ആവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള എൻ്റെ ഒരു അനുഭവം വെച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആശങ്ക ഉണ്ടാവേണ്ട കാര്യമില്ല. അങ്ങനെയല്ലേ നിങ്ങളുടെ അതുകൂടെ പറയണം. കാരണം ഈ മത്സ്യത്തൊഴിലാളികൾ 10,000-കണക്കിന് ആളുകൾ പോയി മത്സ്യം പിടിക്കുന്നതും ലക്ഷക്കണക്കിന് ആളുകൾ മത്സ്യം കഴിക്കുന്നതുമായ ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ആശങ്ക അങ്ങനത്തെ ഇല്ല. കണ്ടെയ്നേഴ്സ് പൊതുവെ എംപ്റ്റി ആണ്, ആ ഭാഗത്തൊന്നും വേറെ ഇല്ല. പിന്നെ അവിടെയും വാട്ടർ അവർ പരിശോധിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ടീം അവിടെ പരിശോധിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ അങ്ങനൊന്നും റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഈ നാട്ടിൽ ആവശ്യമില്ലാത്തൊരു ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ആശങ്ക ഉണ്ടാക്കുകയാണ്. അതാണ് സോഷ്യൽ മീഡിയ, യൂട്യൂബ്, അതായത് അതൊന്നും വസ്തുതയില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കാൻ പാടില്ല.